വെൽക്കം ബാക്ക് അഗൈൻ അവർ വീഡിയോസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാനിവിടെ തിരൂർ സ്റ്റോറിലുണ്ട്. നല്ല മഴ കേട്ടോ. ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ദുബായിലുള്ള വീഡിയോസാണ്. അപ്പോൾ ഇപ്രാവശ്യം തിരൂർ വന്നപ്പം നമുക്ക് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ പാർട്ണർ തന്നിട്ടുണ്ട്. ഒരുപാട് ഓഫർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തൊക്കെയാണ് ഓഫർ എന്നുള്ളത്. 24 മന്ത് EMI പ്ലാന്, 0 ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഫോൺ എടുക്കാം, പലിശ ഇല്ലാതെ ഫോൺ എടുക്കാം. അതേപോലെ ഓൾ കേരള നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ വീഡിയോ കാണുന്ന ആൾക്കാർക്കും EMIയിൽ സ്വന്തമാക്കാൻ പറ്റുന്നുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. നമ്മളെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ, അതായത് തിരൂരാണ് വരുന്നത്. ലൊക്കേഷൻ കാണിച്ചു കൊടുക്കാൻ അങ്ങോട്ട് നോക്കും. നല്ല മഴയുണ്ട്. ഈ ഒരു മഴത്ത് നിങ്ങൾക്കിപ്പോൾ ഈ ലൊക്കേഷൻ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അപ്പോൾ നോക്കിക്കോളി. ഈ ഒരു ലൊക്കേഷൻ വരുന്നത് തിരൂർ കുറ്റിപ്പുറം റോഡ്, തിരൂർ ടൗണിൽ തന്നെയാണ്. താഴെപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതേപോലെ തന്നെ ഈ ഒരു കോംപ്ലക്സ് ഇതിന് മേലെ കാണിച്ചു കൊടുക്കുക. നമ്മുടെ ഷോപ്പിൻ്റെ പേരുണ്ട് ഇവിടെ നമ്മൾ അറിയപ്പെടുന്നത്. അതായത് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ലൊക്കേഷന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ പവൻ ഗോൾഡ് ഇവിടെ ഉണ്ട്. പവൻ ഗോൾഡ് തെക്കാക്ക ഇവിടെ ഉണ്ട്. ഒന്ന് ഹായ് പറഞ്ഞാളി. നമ്മളെ മുരളിയേട്ടനാണ്. നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ ഉള്ള നമ്മളെ മുരളിയേട്ടനാണ്. നമ്മളെ ഷോപ്പിലേക്ക് എങ്ങനെയുണ്ട് കസ്റ്റമർ? അത്യാവശ്യം ദൂരെ നിന്നൊക്കെ വരണില്ലേ? ധാരാളം എന്താ ധാരാളം. നിങ്ങൾ വരികയാണെങ്കിലും ഇവിടെ മുരളിയേട്ടൻ ഉണ്ടാവും. നമ്മളില്ലെങ്കിലും ഇപ്പോൾ നമ്മൾ ദുബായിലാണെങ്കിലും മുരളിയേട്ടൻ ഇവിടെ സജീവമായിട്ടുണ്ടാവും. എന്താ പറയുക, നമ്മളെ പാർക്കിംഗ് സൈഡ് അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ അൽനമീൻ കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ്, ലാസ്റ്റായിട്ടാണ് നമ്മൾ ഷോപ്പ് വരുന്നത്. നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതന്നെയാണ് നമ്മളെ ഈ ഒരു സ്കീമില്ലേ. ഈ സ്കീമിനെ കുറിച്ചിട്ട് ഞാൻ നല്ലോണം പറഞ്ഞുതരാം കേട്ടോ. 0 ഇൻട്രസ്റ്റ്, നോ കോസ്റ്റ് EMI ഈ ഒരു പ്ലാന് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് മാത്രമല്ല നമ്മളിവിടെ 24 മന്ത് നമ്മൾ പുതിയ ഫോൺസിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 വർഷം വരെ അടവിന് നിങ്ങൾക്ക് ഫോൺ കിട്ടും. അത് ബജാജ് ഫിനാൻസിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഫോണിൻ്റെ പ്രൈസിലുപരി നിങ്ങൾക്ക് EMIയിൽ നിങ്ങൾക്ക് ഫോൺ എടുക്കാമല്ലോ. നമുക്ക് ഒരുപാട് കളക്ഷൻസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഫോണിൻ്റെ കളക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആക്ടിവേറ്റഡ് ഡിവൈസ്, അതായത് വാറണ്ടി ഉള്ള 17, 16 ഒക്കെ ഇവിടെ വരാറുണ്ട്. നിങ്ങൾക്ക് വിളിച്ചു നോക്കുക, കാരണം അതൊക്കെ റയർ പീസുകളാണ്. ഇതിലിരിക്കാൻ കണ്ടില്ല ഇതേപോലെ. അപ്പോൾ ഇതിനെല്ലാത്തിനും ബജാജ് EMI സൗകര്യങ്ങളുണ്ട്. അതേപോലെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് EMI സൗകര്യങ്ങളുണ്ട്. കൂടാതെ തന്നെ യൂസർ ഫോണിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ ആദ്യം സർവീസ് സെൻറ്റർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ കാരണം, നമുക്ക് യൂസഡ് എടുക്കുമ്പോൾ സർവീസ് മെയിൻ നമ്മൾ ഫോക്കസ് ചെയ്യണം. എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ കംപ്ലൈൻറ്റ് വരില്ല എന്ന് പറഞ്ഞിട്ട് ആര് കച്ചവടം ചെയ്യുന്നുണ്ടോ അവരെങ്കിലും ശ്രദ്ധിച്ചോ. നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് വരും. എന്തെങ്കിലും ഫ്യൂച്ചറിൽ കംപ്ലൈൻറ്റ് വന്നാൽ നമ്മളത് റെഡിയാക്കി തരും. കാരണം ഇതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഫോണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോ. ഈ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല നീറ്റ് ക്ലീൻ പീസാവും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 1 ഇയർ വാറണ്ടിയിൽ നിങ്ങൾക്ക് ഈ 14 Pro ആയാലും 13 ആയാലും 50 Pro Max ആയാലും 15 Pro ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ചു നോക്കിയിട്ട് തന്നെ നിങ്ങൾ ഇതാക്കുക. പിന്നെ ബ്രാൻഡ് ന്യൂ ഫോൺസ് ആണെങ്കിൽ 70 Pro Max സ്റ്റോക്കുകളുണ്ട്. അതും നിങ്ങൾക്ക് ഇതേപോലെ വിളിച്ചു നോക്കിയിട്ട് പ്രൈസും കാര്യങ്ങളും അന്വേഷിക്കാം. അപ്പോൾ ഞാനിപ്പോൾ EMIൻ്റെ ഡീറ്റെയിൽസ് പറയാനാണ് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. കാരണം പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ റീൽസിൽ എപ്പോഴും അപ്ഡേറ്റ് ആക്കലുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ 24 മന്ത് EMIയിൽ 0 കോസ്റ്റ് EMIയിൽ നമുക്ക് എങ്ങനെ സെറ്റാക്കാമെന്നുള്ളത് നാദിൽ ബ്രോ പറഞ്ഞുതരും. അതായത് പുതിയ ഫോണിനാണ് ഇപ്പോൾ ഈ ഒരു സൗകര്യങ്ങളില്ല. എങ്ങനെയാണ് അതിൻ്റെ 24 മന്തിൻ്റെ ഡീറ്റെയിൽസ്? 24 മന്ത് EMI കൊടുക്കേണ്ടത് ഫ്രഷ് ഫോണിന് ഇപ്പോൾ 17, 15, 16 ഒക്കെ നമുക്ക് 24 മന്ത് EMI കിട്ടുന്നുണ്ട്. മാസം ഒരു ചെറിയ എമൗണ്ട് നമ്മൾ അടിച്ചാൽ മതി. ആധാർ കാർഡ്, പാൻ കാർഡ് ആയിട്ട് ഇങ്ങോട്ട് ഷോപ്പിൽ വന്നാൽ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഒരു സംശയം, കേരളത്തിൻ്റെ ദൂരത്ത് ഇപ്പോൾ ട്രിവാൻഡ്രം, കൊല്ലം അവിടെയുള്ള കസ്റ്റമേഴ്സിന് ഈ ഒരു ഫെസിലിറ്റീസ് കിട്ടുമോ? ഈ ഒരു ഫെസിലിറ്റീസ് ഓൾക്ക് ഓൾറെഡി ബജാജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം അതൊരു സംശയമായിരുന്നു. കാരണം ഓൾറെഡി നമുക്ക് ബജാജ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു EMI സൗകര്യങ്ങൾ കിട്ടും. ഇതിന് പിന്നെ 0 കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പൈസ ഡൗൺ പേയ്മെന്റ് ഒന്നും തരണ്ടേ? പ്രോസസ്സിംഗ് ചാർജ് അതൊരു 2,500 രൂപ, അത് മാത്രങ്ങൾ ഫസ്റ്റ് തന്നാൽ മതി. അതാണ് നമ്മൾ ഇത്രയും ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് പറയുന്നത്. ഇപ്പോൾ പ്രോസസ്സിംഗ് ഫീസ് ഉണ്ടാവും. അതല്ലാണ്ട് നിങ്ങൾ ഡൗൺ പേയ്മെന്റിൽ ഇപ്പോൾ ചിലയിടത്ത് ഡൗൺ പേയ്മെന്റ് 10,000, 20,000 കൊടുത്തിട്ടൊന്നും ഒരു പുതിയ ഫോൺ എടുക്കേണ്ട ആവശ്യമേ ഇല്ല, അല്ലേ? അപ്പോൾ 17 Pro സീരീസിനാണെങ്കിൽ ഒരു 16 മാസം കിട്ടിക്കൂടെ? 17 Pro 16 മാസം കിട്ടും. ഈ പ്രോ സീരീസിന് ഒരു പ്രത്യേകത പറഞ്ഞാൽ 16 മാസമാണ് EMI സൗകര്യങ്ങളുള്ളത്. ബാക്കിയുള്ള ഈ 17 അതേപോലെ 16 ഒക്കെ 24 മാസം, 2 വർഷത്തെ സൗകര്യം കൊടുക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു ചിന്ത ഉണ്ടോ യൂസർ ഫോൺ ഈ സംഭവം കിട്ടുമോ എന്നുള്ളത്? യൂസർ ഫോണിന് 24 കിട്ടൂല. യൂസർ ഫോൺ 24 കിട്ടൂല. പിന്നെ യൂസർ ഫോൺ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് EMIയിൽ നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റും? ഈ EMI നമുക്ക് 16 മാസം വരെ ഇവർക്ക് കൊടുക്കാൻ പറ്റും യൂസർ ഫോണിന്.
16 മാസം വരെ. ക്യാഷ് അവർക്ക് ഫസ്റ്റ് തരാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡൗൺ പേയ്മെന്റ് തരേണ്ട ആവശ്യമില്ല, അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡൗൺ പേയ്മെന്റ് ഇടുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റിൽ ചെറിയൊരു വേരിയേഷൻ വരും. അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ PMIൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോസാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. കാരണം യൂസർ ഫോണിൻ്റെ കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ട്, ഇത്ര കിട്ടുമോ എന്നുള്ളത്. പിന്നെ അതൊക്കെ പോട്ടെ, ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല? അതായത് അവർ ആധാർ കാർഡ് പാൻ കാർഡ് ആയിട്ട് നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ പേരിലാണ് ഫോൺ എടുക്കുന്നത്. അവർ ആധാർ കാർഡും പാൻ കാർഡും പിന്നെ അവരൊന്ന് ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതായത് നമ്മൾ സ്റ്റോറിൽ നിന്നുള്ള ലൈവായിട്ട് കസ്റ്റമറെ ഫേസ് സ്കാൻ ചെയ്യാണ്ടാവും. അപ്പോൾ അവരൊന്ന് ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു കൊടുക്കലില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും വീഡിയോയിൽ നമ്മൾ നോർമല് അതിൻ്റെ കൂടുതൽ വിവരിച്ചിട്ട് ഒരാളും ചെയ്തിട്ടുണ്ടല്ലോ. EMI ഉണ്ട്, ബജാജ് ഉണ്ട്, ഇങ്ങോട്ട് പോരാ വരും. നമ്മളാരും റീൽസിൽ നമ്മൾ അങ്ങനെ പറയും, പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒരുപാട് കസ്റ്റമേഴ്സിന് ഡൗട്ടാണ്. അപ്പോൾ കമൻറ്റിൽ വരലാണ് പ്രോസസ്സിംഗ് ഫീസ് ഉണ്ട്. ഉണ്ട്, നമ്മൾ പറയുന്നുണ്ട് പ്രോസസ്സിംഗ് ഫീസ് ഉണ്ട്, നിങ്ങൾ പോരെ. പിന്നെ അതേപോലെ 24 മാസം EMIൻ്റെ ഇപ്പോൾ ഫോണ് റെഡി പേയ്മെൻ്റ് ഒന്നും ചിലർക്ക് എടുക്കാൻ കഴിയില്ലെങ്കിൽ തീർച്ചയായിട്ടും EMI സൗകര്യങ്ങൾ ഇതേപോലത്തെ പ്ലാൻ തന്നെയാണ് യൂസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ വേറെ പ്ലാന് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് EMI സൗകര്യങ്ങളുണ്ട്. അത് ഓൾറെഡി ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടും. മറ്റേത് ഡെബിറ്റ് കാർഡും കിട്ടാൻ ചാൻസ് ഉണ്ട്. അവർ അത്യാവശ്യം ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർക്കും പാസ്സാവും എന്തായാലും ഡെബിറ്റ് കാർഡ് EMI. നമുക്ക് ഈ ബജാജ് കാർഡ് പാസ്സാക്കാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ 750 മേലെ സിബിൽ സ്കോർ കസ്റ്റമർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് പാസ്സാവും. ഒരു 80,000 50,000 ആ എമൗണ്ട് വെച്ചുകൊണ്ട് കസ്റ്റമർക്ക് പാസ്സാവും. അതിപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യല്? അത് ജസ്റ്റ് ഗൂഗിൾ പേ കയറിയിട്ട് നമ്മൾ ചെക്ക് സിബിൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പാൻ കാർഡിന്റെ ഡീറ്റെയിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ദൂരത്തു നിന്നാണെങ്കിൽ ഇവിടെ വന്നിട്ട് മടങ്ങി പോകുന്ന അവിടേക്ക് തന്നെ ചെക്ക് ചെയ്തിട്ട് സ്കോർ അനുസരിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 750 താഴെയാണ് വരുന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് എന്തായാലും ഒരു 30 രൂപ റേഞ്ചിൽ കിട്ടും. ഏകദേശം നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ EMI എങ്ങനെയെങ്കിലൊക്കെ ആക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. അതായത് പല ജില്ലയിൽ നിന്ന് പല ആൾക്കാർ അത്രയും ദൂരത്തുനിന്ന് വിശ്വസിച്ചിട്ട് ഫോൺ എടുക്കുന്ന ആൾക്കാരാണ്. അവർക്കാണ് ഈ ഒരു EMI സൗകര്യങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നത്. കാരണം ഇതുവരെ ഒരു വീഡിയോസിലും ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. കാരണം അതിൻ്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉണ്ട് തന്നെ പറയലുണ്ട്, പ്രോസസ്സിംഗ് ഫീസ് ഉണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ ചെയ്യൽ. കാരണം ഒരാളും ഫുള്ള് പൈസ ഇല്ലാത്തവരാവും EMIക്ക് എടുക്കുക. ഇപ്പം ഞാനും നിങ്ങളൊക്കെ ഇപ്പോൾ ഫുൾ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ EMIക്ക് എടുക്കും. നമ്മളിപ്പോൾ ഇനി ഏത് ഒരു വാഹനം എടുക്കുകയാണെങ്കിലും ഒരു ലോണ് ബാങ്കിൽ നിന്ന് എടുക്കുകയാണെങ്കിലും ഒരു ഗോൾഡ് കൊണ്ടുപോയി വെക്കുകയാണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ വീഡിയോസിൽ പക്ക അതിലായിട്ട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഇതേപോലെയുള്ള മറ്റേ EMI സ്കീമുകൾ ഞങ്ങളുടെ ഷോപ്പിലുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്പർ തിരൂർ സ്റ്റോറിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, വിളിച്ചോളി. ഷോപ്പിൻ്റെ ലൊക്കേഷനും പറഞ്ഞു തന്നെ നിങ്ങൾ പ്രൈസ് വിളിച്ച് നോക്കിയതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, അത് ഞാൻ എപ്പോഴും പറയണം, ഓക്കെ ആണെങ്കിൽ എടുത്താൽ മതി. ആ വീഡിയോയിൽ പ്രൈസ് പറയാത്തൊന്നുമില്ല, ഓരോന്ന് പറയുമ്പോൾ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ EMIൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ലൊക്കേഷൻ ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ലൊക്കേഷൻ തിരൂരാണ്. തിരൂർ, മലപ്പുറം ജില്ല തിരൂർ, താഴെപ്പാലം, നിയർ പവൻ ഗോൾഡ്. ഇപ്പം ഇവിടെ ട്രെയിനിന് ഇപ്പോൾ ദൂരത്തുനിന്ന് ട്രെയിനിന് വരുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. ഓട്ടോയ്ക്കാണെങ്കിൽ ഓട്ടോയ്ക്ക് വരാം, ബസ്സിനാണെങ്കിൽ ബസ്സിന് വരാം. എല്ലാ ആക്സസും നമുക്കിവിടെ ചെയ്തു തരാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടുന്ന് ഫോൺ എടുത്ത് ഇപ്പോൾ കൊറിയർ നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഫോൺ നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ട് കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർവീസ് സെൻ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ 24/7 അല്ലെങ്കിൽ കൂടി നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാവും, വിളിച്ചാൽ മതി, ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇൻസ്റ്റയിൽ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി എൻ്റെ മെയിൻ പേജായിട്ടുള്ള RQ Talks എന്നുള്ള പേജിൽ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. മാക്സിമം എനിക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റുന്ന ചെയ്യലുണ്ട്. നിങ്ങൾ എന്ത് പണി ചെയ്യുക, ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നവർ തീർച്ചയായിട്ടും ഏത് ബ്രാഞ്ചിൽ നിന്നാണ് നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ ആഗ്രഹം. ഇത് തിരൂരുണ്ട്, കോഴിക്കോടുണ്ട്, ദുബായ്, അബുദാബി, ഏത് ബ്രാഞ്ചിൽ നിന്നാണോ നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹം അവിടേക്ക് നിങ്ങൾ അവരുടെ പേഴ്സണൽ പേജിൽ പോയിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് റിപ്ലൈ കിട്ടും. ഞാൻ പറയാൻ കാരണം നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഒരുപാട് മറുപടി 2000-ലധികം മെസ്സേജസ് വരുന്നു. മാക്സിമം നമ്മൾ കൊടുക്കണ്, നമുക്ക് മാക്സിമം റിപ്ലൈസ് കൊടുക്കണ്, കമൻറ്റിന് റിപ്ലൈ കൊടുക്കണ്. നെഗറ്റീവ് കമൻറ്റ്സ് ഇപ്പോൾ ആൾക്കാർ അടിക്കുന്നതിനും അവരെ പേഴ്സണലി പോയിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അവർക്ക് കച്ചവടം വേണ്ട അല്ലെങ്കിൽ ഒരു ഉടായ്പായതുകൊണ്ടാണ് റിപ്ലൈ തരാത്തത് നിങ്ങൾ വിചാരിക്കേണ്ട, തിരക്കായതുകൊണ്ട് സത്യത്തിൽ. അപ്പോൾ താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. നിങ്ങളെ സപ്പോർട്ടിംഗ് ആണ് നമ്മളിവിടെ എത്തിച്ചത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. തിരൂർ സ്റ്റോറിൽ ഈ ഒരു സൗകര്യങ്ങളുണ്ട്. നമ്മൾ ബ്രാഞ്ചസ് വരുന്നത് അറിയാലോ, കോഴിക്കോട് ഉള്ളവർക്ക് കോഴിക്കോട് സൗകര്യമുണ്ട്, തിരൂരാണെങ്കിൽ തിരൂർക്ക് വരാം. ഇനി ദുബായിൽ നിന്നാണെങ്കിൽ വീഡിയോയാണ്, ദുബായിൽ ദുബായിലുണ്ട്, അബുദാബി, ഷാബിയയിലുണ്ട് നമ്മുടെ ഷോപ്പ്. അപ്പോൾ EMI കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെന്ന് വിചാരിക്കണം. ഇനി
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വിളിക്കുക. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ആരും മറക്കണ്ട. ബൈ.